എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യം പിടിക്കുന്നു. ചിലപ്പോൾ എന്നോട് മിണ്ടാറില്ല. ചിലപ്പോൾ സ്വഭാവത്തിലൊക്കെ മാറ്റം, സംസാരത്തിലൊരു ഗൗരവം, ഇങ്ങനെയൊക്കെ പഴയ പോലെ എന്നോട് സ്നേഹമില്ല എന്നുള്ളത്. എന്തായിരിക്കും ഇതിന് കാരണം? നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊരു ശാരീരികമായ അസുഖം ഉണ്ടായാൽ, ഒരു പനി ഉണ്ടായാൽ, ജലദോഷം ഉണ്ടായാൽ, അല്ലെങ്കിൽ മറ്റു വല്ല അസുഖം ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യുക? ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. അത് മാത്രമല്ല, ഒരു അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകം അവരെ പരിഗണിക്കും, മരുന്ന് പുരട്ടി കൊടുക്കും, ചുക്കുകാപ്പി ഉണ്ടാക്കി കൊടുക്കും, അല്ലേ? ഒരു പ്രത്യേക സ്നേഹമായിരിക്കും അസുഖം ഉണ്ടാകുന്ന സമയത്ത്. എന്നാൽ മാനസികമായ ഒരു പ്രശ്നമാണ്, മാനസികമായ ഒരു അസുഖമാണ് ഇത്, ഈ അകാരണമായ ദേഷ്യം. ചിലപ്പോൾ മിണ്ടാതിരിക്കുക, ചിലപ്പോൾ പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം വരിക. ഇത് മാനസികമായ ഒരു ചെറിയ പ്രശ്നമാണ്, അസുഖമാണ്. ഈ സമയത്ത് ശാരീരികമായ അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണിക്കുന്ന പരിഗണനയോ ശ്രദ്ധയോ കൊടുക്കുന്നില്ല. പകരം തിരിച്ച് നമ്മൾ അങ്ങോട്ടും ദേഷ്യപ്പെടും. മിണ്ടാതിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും മിണ്ടാതിരിക്കും. എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കും. ആ മിണ്ടാട്ടം, ആ മിണ്ടാതിരിക്കുന്ന ആ പിണക്കം ഒരുപക്ഷെ 2-3 ആഴ്ചകളോളം ഒരുപക്ഷെ നീണ്ടു നിൽക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും, ചിലപ്പോൾ മാസങ്ങളോളം പിന്നെ പ്രശ്നങ്ങളായി. അപ്പോൾ സത്യത്തിൽ ശാരീരികമായിട്ടുണ്ടാകുന്ന ഒരു അസുഖം, ഒരു പ്രശ്നത്തിന് നാം കൊടുക്കുന്ന പരിഗണന, ചികിത്സ, അത് മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നത്തിനും നമ്മൾ കൊടുക്കണം. ഭർത്താവ് ഒരു പക്ഷേ ദേഷ്യം പിടിക്കുന്നത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് അത് എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴും ദേഷ്യം പിടിക്കുന്നതല്ല, ചില സമയങ്ങളിലാണ്. ആ ചില സമയങ്ങളിൽ ദേഷ്യം പിടിക്കുന്നു എങ്കിൽ അതിന് എന്താണ് കാരണം എന്ന് ചിന്തിക്കണം. ചിലപ്പോൾ ഭർത്താവിൻ്റെ ബിസിനസ് ഡല്ലായിരിക്കാം, ബിസിനസ് നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും സിറ്റ് ഔട്ടിൽ ഫാൻ ഇങ്ങനെ ചുമ്മാ കറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ടി വി വെറുതെ ഓടുന്നുണ്ടാകും, അവിടെ ആരും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ബില്ല് 2500 ഇങ്ങനെ വെറുതെ ഫാനൊക്കെ ഇട്ട് വെച്ച് പോയാൽ, അല്ലെങ്കിൽ ടി വി തുറന്ന് വെച്ച് ടി വി കാണാൻ ആരുമില്ല, ഇങ്ങനെ അനാവശ്യമായി കറണ്ട് പാഴാക്കുമ്പോൾ വെറുതെ അല്ല ഈ കറണ്ട് ബില്ല് കൂടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം പിടിക്കും. അപ്പോൾ ചിലപ്പോൾ ഒച്ച വെക്കും, ചിലപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി മിണ്ടാതിരിക്കും, മൗനിയാവും. അതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ വേറെ എന്തെങ്കിലുമൊക്കെ വല്ല സ്വഭാവ പെരുമാറ്റ വ്യത്യാസങ്ങൾ കാണുമ്പോൾ അത് ശാരീരിക അസുഖം പോലെ തന്നെ ഒരു മാനസികമായൊരു പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും എന്ന് കരുതി കൂടുതൽ ശ്രദ്ധയും കൂടുതൽ സ്നേഹവും കൂടുതൽ പരിചരണവും കൊടുക്കുകയാണ് വേണ്ടത്. സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് പിടിക്കുക. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇന്ന് ഷോപ്പിൽ കച്ചവടമൊന്നും ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ വല്ല ബോസ് എന്തെങ്കിലും കുറ്റം പറഞ്ഞതായിരിക്കാം, ജോലി സ്ഥലത്തെ വല്ല പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കി കൂടുതൽ ചേർത്ത് പിടിക്കുക, കൂടുതൽ സ്നേഹിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ താനെ ഉരുകി, മഞ്ഞ് പോലെ ഉരുകിപ്പോകും. ഇതൊക്കെ ഞാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഖദീജ ബീവി പറഞ്ഞത്. ഖുർആൻ ഇറങ്ങിയ സമയത്ത് മാലാക്ക് ജിബ്രീൽ വന്ന് കെട്ടിപ്പിടിച്ചു, ആകെ പേടിച്ച് ഇറങ്ങി ഓടി വീട്ടിലേക്ക് വരികയാണ്. ഭാര്യ ഖദീജ ബീവി എന്താ പറഞ്ഞത്? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവരെ, നിങ്ങൾ അൽ അമീനല്ലേ, വിശ്വസ്തനല്ലേ, നിങ്ങളെ റബ്ബ് കൈവിടൂല, നിങ്ങൾക്ക് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുതപ്പ് മൂടുന്നു, വേണ്ട രീതിയിൽ നല്ല വാക്കുകൾ പറഞ്ഞ് സ്വാന്തനിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനുണ്ട് കൂടെ, നിങ്ങളെ പടച്ചവൻ കൈവിടൂല എന്നൊക്കെ പറഞ്ഞ് ഒപ്പം നിന്നാൽ, സ്നേഹത്തോടെ കൂടെ നിന്നാൽ ഭർത്താവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. നേരെ മറിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിച്ചാലോ ആകെ പ്രശ്നങ്ങളായിരിക്കും. നമുക്കതിന് കഴിയട്ടെ. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, പ്രിയപ്പെട്ടവരോട് നല്ല രീതിയിൽ പെരുമാറാൻ, ഇടപെടാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു.